ഹായ്, എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ സഡനായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം ഞാനിപ്പം ബൈക്ക് ലൈസൻസ് എടുക്കാനുള്ള ട്രെയിനിങ്ങിലാണുള്ളത്. അപ്പം നമ്മുടെ നാട്ടിൽ ലൈസൻസ് എടുക്കുന്നതും ഇവിടുത്തെ ലൈസൻസ് എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ബൈക്ക് ലൈസൻസ് എടുക്കാനുള്ള അതിൻ്റെ പ്രൊസീജിയേഴ്സും അതിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇവിടുത്തെ ബൈക്ക് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5ഓളം ടെസ്റ്റുകൾ നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ലൈസൻസ് എടുക്കുന്നത് എമിറേറ്റ്സ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്, ഇപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് നമ്മൾ ടോക്കൺ എടുത്ത് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ അവിടെ നമ്മുടെ പേരിൽ ഫയൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാസ്വേഡും ഒരു രജിസ്ട്രേഷൻ നമ്പറും അതിൻ്റെ ഒരു പാസ്വേഡും നമുക്ക് ഫോണിൽ വരും. അതിൻ്റെ കൂടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, എന്തൊക്കെയാണ് സിലബസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ലിങ്കിൽ ഈ രജിസ്ട്രേഷനും പാസ്വേഡും വരുന്ന കൂട്ടത്തിൽ ആ മെസ്സേജിൽ തന്നെ ഒരു ലിങ്ക് കാണും. ആ ലിങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇതിപ്പം അങ്ങനെ ഉള്ള ആ ഒരു ലിങ്കാണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ആ ലിങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 5ഓളം ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ നമുക്ക് ഈ ബൈക്ക് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഐ ടെസ്റ്റ് ഉണ്ട്. ആ ഐ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് വരുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് തിയറി ടെസ്റ്റ്, അത് കഴിഞ്ഞ് യാർഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് റോഡ് അസസ്മെൻറ്റ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഫൈനൽ RTA ടെസ്റ്റ്, റോഡ് ടെസ്റ്റ്. ഈ ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ പാസ്സാകേണ്ടത്. അപ്പോൾ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവർ നമുക്ക് ഈ മോക്ക് ടെസ്റ്റിൻ്റെ 2 ദിവസം ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ 2 ദിവസം ക്ലാസ്സിനുള്ള അപ്പോയിൻമെൻറ്റ് നമുക്ക് എടുത്തു തരും. ഏത് ഡേറ്റിലാണ്, ടൈമിങ്, എത്ര മണി തൊട്ട് എത്ര മണി വരെ ക്ലാസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് മെസ്സേജിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം എനിക്ക് ക്ലാസ് വന്നത് രാവിലെ 8:30 തൊട്ട് വൈകിട്ട് 5:30 വരെ ആയിരുന്നു ക്ലാസ്. ഇതിനകത്ത് കുറേ പോയിന്റുകളുണ്ട്. ഫസ്റ്റ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു 14ഓളം മെയിൻ പോയിന്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റിൽ വരുന്ന കാര്യങ്ങൾ, ഈ 14ഓളം മെയിൻ പോയിന്റിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം ഒരു 40-50 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, അങ്ങനെ മെയിൻ 14 പോയിന്റുകൾ ഉണ്ടാവും. ഫസ്റ്റിലത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിൻ്റെ മോട്ടോർ സൈക്കിളിനെ കുറിച്ചുള്ള അവയർനെസ് ആണ്. ഓക്കെ, ഹെഡ്ലൈറ്റ്, ആക്സിലേറ്റർ, അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടറുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ്സും അവയർനെസ്സുമാണ് ഈ ഫസ്റ്റ് പോയിന്റിലുള്ളത്. പിന്നെ ലൈസൻസിൻ്റെ റിന്യൂവലിനെ കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസുകളാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബി അവെയർ. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തുകൂടാ, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അതിന് എന്തൊക്കെ ശിക്ഷാർഹ രീതികളാണ് ഇവിടെ ഉള്ളത്, ഫൈൻ എന്തൊക്കെയാണ് വരുന്നത്, അത് കൂടാതെ നമുക്ക് എന്തൊക്കെ ആക്സിഡൻസുകൾ വരും, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ള ഡീറ്റെയിൽസുകളും. ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ്. അങ്ങനെയുള്ള എന്ത് തരം ഡ്രഗ്സുകളാണെങ്കിലും അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് അതിൻ്റെ പുറകിൽ വരിക എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഈ സെക്കൻഡ് പോയിന്റിൽ നമ്മളെ അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് പോയിന്റിൽ ഇതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 10-40ഓളം ക്വസ്റ്റ്യൻസ്. ഈ ഓരോ മെയിൻ 14 പോയിന്റിനുള്ളിലും 40, 50, 20 അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ദിവസത്തെ ക്ലാസ്സിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് എന്ന ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ ആയിട്ടുള്ള അവയർനെസ്സും. സെക്കൻഡ് പോയിന്റിനകത്ത് വരുന്നത് നമ്മൾ ഈ ആൽക്കഹോൾ, ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് പോയിന്റിനകത്ത് നമുക്ക് അവർ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ സെക്കൻഡ് പോയിന്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ടയേർഡായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും ഈ സെക്കൻഡ് പോയിന്റിനകത്ത് നമ്മളെ അവർ പഠിപ്പിച്ചു തരുന്നതാണ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് നമ്മൾ എടുക്കണം, ഹെൽമെറ്റ്, ഗാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് തേർഡ് പോയിന്റിനകത്ത് നമ്മളെ അവർ പഠിപ്പിക്കുന്നത്. അതിനകത്ത് ഇപ്പം നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് നമ്മളെ പെട്ടെന്ന് സ്പെസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ബ്രൈറ്റ് ക്ലോത്ത് ഉപയോഗിക്കണം. അതുപോലെ റെയിനി ടൈമിന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഹെൽമെറ്റ്, അതുപോലെ തന്നെ ഗ്ലാസ്, അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് തേർഡ് പോയിന്റിനകത്ത് നമ്മളെ അവർ പഠിപ്പിക്കുന്നത്. നാലാമത്തെ പോയിന്റിനകത്ത് വരുന്നത്, നമ്മളിപ്പം ബൈക്ക് ചേഞ്ച് ചെയ്ത് ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ. ഏത് ബൈക്കാണ് നമുക്ക് കംഫോർട്ട്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ബൈക്കായിരിക്കും നമുക്ക് കൂടുതൽ കംഫോർട്ട്. അപ്പോൾ നമ്മൾ ബൈക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റ് ചാൻസുകൾ, ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നാലാമത്തെ പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഔട്ട്. അതായത് നമ്മൾ ഒരു റൈഡ് തുടങ്ങുന്നതിന് മുന്നേ, നമ്മൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബൈക്കിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഹെൽമെറ്റ് കറക്റ്റ് ആണോ, ഹെൽമെറ്റ് ലൂസ് ആണോ, ഗ്ലാസ് ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് അഞ്ചാമത്തെ പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേ എവേ ഫ്രം ഡേഞ്ചർ. അതായത് നമ്മൾ ഒരു അപകട സാധ്യതയിൽ നിന്നും, വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഇതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് മാറി നിൽക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്തുനിന്ന് മാറി നമ്മൾ ഡ്രൈവ് ചെയ്യണം എന്നുള്ള അവയർനെസ്സിൻ്റെ ക്ലാസ്സാണ് ഈ ഏഴാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. അതായത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, സ്കാനിങ്, അതായത് എല്ലായിടത്തും നമ്മൾ വാച്ച് ചെയ്യുക, എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ, റോഡ്, കട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ മഴ പെയ്ത് വെള്ളം കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മളിപ്പം വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ വഴക്കിട്ട് നമ്മൾ ദേഷ്യത്തിൽ വണ്ടി ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ഡ്രൈവിങ്ങിൽ നമുക്ക് എന്തൊക്കെ ആക്സിഡൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള. പിന്നെ സ്കൂൾ ബസ് നമ്മുടെ ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ ഏത് രീതിയിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സാണ് ഏഴാമത്തെ പോയിന്റ്. എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗ്രിപ്പ് ഓൺ ദി റോഡ്. അതായത് നമ്മൾ ഈ സ്ലിപ്പറി റോഡുകൾ, നമ്മൾ മഴ പെയ്ത് കിടക്കുന്ന റോഡിലൂടെയൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ടയറിന് ഗ്രിപ്പ് കിട്ടാറില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ആക്സിഡൻസ് വരാൻ സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ഈ സ്പീഡ് ഹമ്പുകൾ വരാറുണ്ടല്ലോ. അപ്പോഴത്തേക്കും ആ ടൈമിൽ നമ്മൾ ബൈക്ക് എങ്ങനെയാണ് റൈഡ് ചെയ്യേണ്ടത്, സ്പീഡ് റേഞ്ച് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് പോയിന്റ് 8 നമ്മളെ പഠിപ്പിക്കുന്നത്. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നൈറ്റ് റൈഡിങ്. നമ്മൾ നൈറ്റിൽ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ നമ്മൾ എങ്ങനെയുള്ള ക്ലോത്ത് നമ്മൾ ഇട്ടിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എത്രത്തോളം കീപ്പ് ചെയ്യണം, സ്പീഡ് റേഞ്ച് എന്താണ് നൈറ്റ് റൈഡിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ 9ാമത്തെ പോയിന്റിൽ നമുക്ക് പഠിക്കേണ്ടി വരിക. അതുപോലെ തന്നെ 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിൽ ഒരാളെ വെച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ, അതുപോലെ ലോഡ് വെച്ചുകൊണ്ട് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ 9ാമത്തെ പോയിന്റിൽ 10ാമത്തെ പോയിന്റിൽ നമ്മളെ പഠിപ്പിക്കുക. ഓക്കെ. 11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലുക്ക് ആഫ്റ്റർ യുവർ ബൈക്ക്. അതായത് ഇപ്പോൾ നമ്മളൊരു വെള്ളം പൊങ്ങിക്കിടക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ ബൈക്ക് ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബൈക്കിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് ലൂസായോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ്
11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. 12ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റോഡ് സൈൻസിനെ കുറിച്ചാണ്, അതായത് സിഗ്നൽസിനെ കുറിച്ചാണ്. നമ്മളിപ്പം ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് റെഡ് സിഗ്നൽ കാണാം, ഗ്രീൻ സിഗ്നൽ കാണാം, അങ്ങനെ ഒരുപാട് സിഗ്നൽസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് 12ാമത്തെ പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. 13ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എമർജൻസി ബ്രേക്കിങ്. അതുപോലെ ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് കണ്ടിന്യൂസ് വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും സഡനായിട്ട് നമ്മുടെ മുന്നിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ അതിൽ നിന്നും മാറി നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ആനിമൽ വാണിങ്. നമ്മളിപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നാട്ടിലാണെങ്കിലും നമ്മൾ ഈ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, നമ്മൾ വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ ബോർഡ് കാണാൻ സാധിക്കും. ആനിമൽ വാണിങ്ങിൻ്റെ, ആനിമൽ ക്രോസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്നും പറഞ്ഞ് നമുക്ക് ബോർഡുകൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന പോയിന്റാണ് 13ാമത്തെ പോയിന്റ്. അറ്റ് ലാസ്റ്റ് പോയിന്റ് 14ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രാഫിക് വയലേഷനെ കുറിച്ചും അതിൻ്റെ ഫൈനുകളെ കുറിച്ചുമുള്ള ക്ലാസ്സുകളാണ് ഈ 14ാമത്തെ പോയിന്റിൽ നമുക്ക് പഠിക്കേണ്ടി വരിക. ഈ 14 പോയിന്റിലും ഏകദേശം ഒരു 500-നടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിക്കണം. ഇതിനകത്തു നിന്ന് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവർ നടത്തുന്ന ടെസ്റ്റാണ് മോക്ക് ടെസ്റ്റ്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന 500 ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിക്കണം. നമുക്ക് സിഗ്നൽസിനെ കുറിച്ച് അറിയണം. ഈ പറയുന്ന പോയിന്റുകളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ 500 ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് അവർ എക്സാമിന് ചോദിക്കുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിലാണ് നമുക്ക് എക്സാം വരുന്നത്. അതിൽ നമുക്ക് ഓപ്ഷൻസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻസ് വരും. 40 ക്വസ്റ്റ്യൻസിൽ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ പാസ്സായിരിക്കണം. അതിൽ 5 എണ്ണം നമുക്ക് വീഡിയോസ് ഉണ്ട്. അതായത് യൂട്യൂബിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം. RTA ഹസാർഡ്സ് വീഡിയോസ് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 10 സെക്കൻഡിൻ്റെ 30 വീഡിയോസ് ഉണ്ട്. 10 സെക്കൻഡ് വെച്ചിട്ടുള്ള, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് പോലുള്ള ഒരു വീഡിയോ ആണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ, കുറച്ച് ആളുകൾ നടക്കുന്നു, വണ്ടി ക്രോസിങ് പോകുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ 10 സെക്കൻഡിനകത്ത് അതിനകത്ത് അപകടം വരാനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് അവിടെ ഒരു വീഡിയോയ്ക്കകത്ത് അവിടെ എന്താണ് അപകടമായിട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അതിന് ആൻസർ ചെയ്യണം. അതുപോലെ നമ്മൾ ഈ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂഴി മണ്ണൊക്കെ പറന്ന് കാറ്റത്ത് വരുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ള അപകടം, അങ്ങനെയുള്ള ഒരു 30 വീഡിയോസ് നമുക്ക് അവർ തരും. അതിനകത്ത് നമ്മൾ ഈ ഹസാർഡ് ചാൻസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഈ 40 ക്വസ്റ്റ്യനകത്ത് 5 എണ്ണം ഈ 30 വീഡിയോസിനകത്ത് ഏതെങ്കിലും ഒരു 5 വീഡിയോസ് വരും. അപ്പോൾ മൊത്തം ഈ 40 ക്വസ്റ്റ്യനകത്ത് നമ്മൾ 35 എണ്ണം നമ്മൾ കറക്റ്റ് ആക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ മോക്ക് ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ. ഈ മോക്ക് ടെസ്റ്റ് പാസ്സായതിന് ശേഷം ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പാസ്സാകുന്നവരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. മോക്ക് ടെസ്റ്റ് പാസ്സായതിന് ശേഷമാണ് RTA തിയറി എക്സാം. അപ്പം ഈ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമുക്ക്, അതായത് ഈ 500 ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് തന്നെ ആയിരിക്കും തിയറി എക്സാമിനും നമുക്ക് അവർ ചോദിക്കുന്നത്. അപ്പം ഈ ഇതിനകത്തുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോക്ക് ടെസ്റ്റ് പാസ്സായി തിയറി എക്സാമിൽ വന്നു, RTA തിയറി എക്സാം നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റ് പോയി വീണ്ടും പാസ്സായിട്ട് വേണം വന്ന് തിയറി എക്സാം പാസ്സാകാൻ. തിയറി എക്സാമിൽ വരുമ്പോഴത്തേക്കും നമുക്ക് 40 ക്വസ്റ്റ്യൻസിൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ പാസ്സായാൽ മതി. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഈ തിയറി എക്സാമിലും മോക്ക് ടെസ്റ്റിലും തമ്മിലുണ്ട്. അപ്പം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ നടത്തുന്ന ഒരു ടെസ്റ്റും, മെയിനായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് ഈ RTA നടത്തുന്ന തിയറി ടെസ്റ്റാണ്. തിയറി എക്സാമിൽ 40 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആക്കണം. മോക്ക് ടെസ്റ്റിൽ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആക്കണം.